ഹായ്, ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. സുഖമല്ല എല്ലാവർക്കും? കിച്ചൂസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളായി ഞാനൊരു ഓൺ വോയിസ് വീഡിയോ ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടല്ലേ. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, മടിയാണ്, അതാണ് വരാത്തത്. പിന്നെ അങ്ങനെ കണ്ടൻറ്റുകളൊന്നുമില്ല. ഞാൻ അത്രയ്ക്കും വലിയ വ്ളോഗറൊന്നും അല്ലല്ലോ, പഠിച്ചു വരുന്നതേ ഉള്ളൂ. ഇന്ന് വരാനുണ്ടായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് ഇന്ന് എന്നോടൊരു കാര്യം ചോദിച്ചു, നീ എന്തേ ഇപ്പോൾ ഓൺ വോയിസ് ഒന്നും ഇടാത്തേന്ന്. അപ്പം ഞാൻ പറഞ്ഞു, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, കണ്ടൻറ്റുകളൊന്നുമില്ലാന്ന്. അപ്പോൾ എന്നോട് ചോദിച്ചു, ഞാനൊരു സബ്ജക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ ഇടുമെന്ന്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, ഇടാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞ സബ്ജക്റ്റ് എന്താണെന്നറിയോ? ജീവൻ. ഈശ്വര, ഞാൻ എന്താണ് ജീവനെക്കുറിച്ച് പറയണ്ടേ? പടച്ചവൻ്റെ കൃപ അല്ലേ? മനുഷ്യരായിട്ടും പറവകളായിട്ടും സസ്യങ്ങളായിട്ടും മൃഗങ്ങളായിട്ടും ഇപ്പം പല വകഭേദങ്ങളിൽ ഈശ്വരൻ മനോഹരമായി സൃഷ്ടിച്ച ഒന്നാണ് ജീവൻ. ഇന്ന് നമ്മളെല്ലാവരും ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഒരു വിലയും കൽപ്പിക്കാത്ത ഒന്ന് ജീവൻ. ഇന്നത്തെ കാലഘട്ടം കേട്ടോ, പണ്ടങ്ങനെയല്ലായിരുന്നു. ഏതൊരു ചെറിയ ജീവനും അതിൻ്റേതായ വില കൽപ്പിച്ചിരുന്നു. ഇന്ന് നമ്മൾ ഓരോരുത്തരും കേൾക്കുന്നതല്ലേ ഓരോ ന്യൂസുകൾ. ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെയാണ് ഓരോ ജീവനുകളും ഓരോരുത്തരും പറിച്ചെടുത്ത് പിശക്കിക്കളയുന്നത്. അപ്പം ജീവനെക്കുറിച്ച് പറയാൻ ഞാനാളല്ല. അപ്പം ഞാൻ ചിന്തിച്ചു, പണ്ടാരോ വിവരമുള്ളവർ പറഞ്ഞതുപോലെ, ചുവരുണ്ടെങ്കിലല്ലേ ചിത്രം എഴുതാൻ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ജീവിതത്തെക്കുറിച്ച് പറഞ്ഞാലോ എന്ന്. ജീവൻ ഉണ്ടെങ്കിലല്ലേ ജീവിതമുള്ളൂ. അപ്പം ജീവിതത്തെക്കുറിച്ച് പറഞ്ഞാലോ എന്ന്. ജീവിതം എന്ന് പറയുന്നത് ജനനം മുതൽ മരണം വരെ നീളുന്ന മനോഹരമായ ഒരു യാത്രയാണ്. നിറയെ അനുഭവങ്ങളും പാഠങ്ങളും ഉൾക്കൊള്ളുന്ന സങ്കീർണമായ ഒരു യാത്ര. അതിൽ സ്നേഹം, ദേഷ്യം, സങ്കടം, അത്ഭുതങ്ങൾ, പ്രണയം, അങ്ങനെ പലതും ഉൾക്കൊള്ളുന്നതാണ്. ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ഓരോ പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒരു ചെറുകഥ പോലെ മനോഹരമാണ് ജീവിതം. കഥയുടെ നീട്ടത്തിലല്ല കാര്യം, ഗുണപാഠത്തിലാണ് കാര്യം. അതേപോലെയാണ് എത്ര കാലം ജീവിച്ചു എന്നതിലല്ല, നമ്മൾ എങ്ങനെ ജീവിച്ചു എന്നതിലാണ് കാര്യം. നമ്മൾക്ക് ഈശ്വരൻ തന്നത് ജീവൻ അല്ലെങ്കിൽ ജീവിതം, അതെന്ന് അവസാനിക്കുമെന്ന് എനിക്കോ നിങ്ങൾക്കോ പ്രവചിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. മുകളിലിരിക്കുന്ന പടച്ചവൻ വിളിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും പോകേണ്ടതാണ്. അപ്പോൾ ഈ വലിയ ലോകത്തിൽ നമ്മൾക്ക് ഓരോരുത്തർക്കും തന്ന ചെറിയ കാലയളവിൽ പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും കിട്ടിയ ജീവിതം സന്തോഷകരമായി ജീവിച്ച് എഴുതി തീർത്തിട്ട് പോകാം. താങ്ക് യു ആൾ.